മനുഷ്യന്മാരുടെ ഉറ്റ സുഹൃത്തായ മൃഗം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം നായ തന്നെയാണ്. നായയോളം മനുഷ്യനുമായി ഇണങ്ങി ജീവിക്കുന്ന മറ്റൊരു മൃഗം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കുട്ടികളാകുമ്പോൾ എന്താണെങ്കിലും നായയുമായുള്ള സൗഹൃദം അത് ഒന്നുകൂടി ശക്തമാകും. സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ കൂടെയുള്ള ഒരു സുഹൃത്ത് കൂടിയാവും നമുക്ക് നായ്ക്കുട്ടികൾ. സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയെ ആശ്വസിപ്പിക്കുന്ന നായയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. Ini dia ngambek, diraih-raih sama anjingnya. Dia ngambek sama kakak-kakaknya di sana main. Kasian. Diraih, oh sayang, ya ampun anak kecil. അക്ഷയ ബിജു ചേരുന്നു. അക്ഷയ, ആ വീഡിയോ ഭയങ്കര ക്യൂട്ടാണ്. നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ നായയെ വളർത്തുന്ന വീട്ടുകാരുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്കൊക്കെ നന്നായിട്ട് മനസ്സിലാവും നമ്മൾ അതുമായിട്ട് എത്രത്തോളം ഇണങ്ങി ജീവിക്കുന്നതാണ്, അവരെ നമ്മൾ എത്രത്തോളം നമ്മളെപ്പോലെ തന്നെ കരുതി ജീവിക്കുന്നവരാണ് എന്ന്. അപ്പോൾ ഈ കുട്ടികളാകുമ്പോഴത്തേക്കും ആ ഒരു ഇഷ്ടം കൂടുകയും ചെയ്യും. അപ്പോൾ ഈ സംഭവം എന്താണ്? എന്തിനാണ് ഈ കുഞ്ഞുവാവ എന്തിനാ പിണങ്ങിയിരുന്നത്? സംഭവം അറിയോ? അതൊരു കടയ്ക്ക് മുന്നിലാണ് ആ കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കമൻറ്റുകളൊക്കെ നോക്കുന്നത് മനസ്സിലാക്കുമ്പോൾ അവർ രസകരമായിട്ട് പറയുന്നത് എന്തോ ഒരു സാധനം വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടിട്ട് അത് കിട്ടിയില്ല, കുഞ്ഞു കുട്ടിയിലെ സങ്കടം വന്നിട്ടുണ്ടാവും, അങ്ങനെ ഇരിക്കുന്നതാണെന്നാണ്. എന്തായാലും കാര്യം എന്താണെന്നൊന്നും നമുക്ക് വലിയ ധാരണയിൽ എത്താൻ പറ്റിയിട്ടില്ല. കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ ആ ദൃശ്യം കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് നമ്മളുടെ ചെറിയ മക്കൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, മോനെ എന്താ പറ്റിയേ, സങ്കടമാണോ? നമ്മൾ അവർ ചേർത്ത് പിടിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അതുപോലെ നമ്മൾ എങ്ങനെ കരുതുന്നോ അതിനേലും സ്നേഹത്തോടെയാണ് ആ ഒരു നായ്ക്കുട്ടി ആ കുഞ്ഞിനെ ഇങ്ങനെ മുട്ടി ഒരുമിയിരിക്കുന്നത്. അപ്പോൾ അവൻ ഒഴിഞ്ഞു മാറാനൊക്കെ ആദ്യം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വീണ്ടും ഇങ്ങനെ വളരെ സ്നേഹത്തിൽ അടുത്തേക്ക് ചെല്ലുകയാണ്. ഒരുപക്ഷെ സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നല്ല ഭാഷയിൽ അത് ആശ്വസിപ്പിക്കുകയോടെ ചെയ്യുമായിരുന്നു എന്ന് തോന്നി. എന്തായാലും അതിന് സംസാരിക്കാൻ കഴിയില്ല, പക്ഷേ അത്രയും സ്നേഹത്തിലാണ് ആ കുഞ്ഞിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണുമ്പോൾ വളരെ വ്യക്തമാണ്, കുട്ടി വളരെ സങ്കടപ്പെട്ട് മുഖമൊക്കെ കുനിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഈ നായയുടെ ഈ പ്രവൃത്തികളൊക്കെ കണ്ടപ്പോൾ അവൻ്റെ സങ്കടമൊക്കെ മാറി അവൻ അവസാനം ആ നായ്ക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷത്തോടെയാണ് മടങ്ങുന്നത്. വളരെ മനോഹരമായൊരു കാഴ്ച. നമ്മളെപ്പോഴും പറയാറുണ്ട് ഏറ്റവും കൂറുള്ള മനുഷ്യരോട് ഏറ്റവും ഇണങ്ങി ജീവിക്കുന്ന ജീവിവർഗം നായകളാണെന്ന്. മുമ്പും പലതരത്തിലുള്ള ഉദാഹരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. തത്സമയത്തിൽ പോലും നമ്മൾ അത്തരം വാർത്തകളൊക്കെ ഒരുപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ ഒരു നായ്ക്കുട്ടി. തീർച്ചയായും അത് വീണ്ടും അടിവരയിടുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. ഈ കുഞ്ഞുങ്ങളോട് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ തന്നെ മുഖം ഒന്ന് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം ഒന്ന് മാറുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവർ ഓടി വന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. അതല്ല ഒന്ന് ദേഷ്യപ്പെടുകയാണെങ്കിൽ പിണങ്ങിപ്പോയിരിക്കുക. അപ്പോൾ നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങി ജീവിക്കുന്ന നമ്മളോട് ഏറ്റവും സ്നേഹമുള്ള വിഭാഗക്കാരും എനിക്ക് തോന്നുന്നു അത് ഈ നായ വർഗം തന്നെയാണ്. ശരി അക്ഷയ.